ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ്. രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്ന്, എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ്. ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തിരിക്കുന്നത്. ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം L2 അതിൻ്റെ ഒരു സീക്വലായിട്ട് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനൊരു സിനിമയാണ്. ലൈക്കയുടെ ഒരു പ്രസൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. UK, USA, ദുബായിലൊക്കെ പൃഥ്വിരാജ്. ആശീർവാദിൻ്റെ 34th ഫിലിമാണ്. അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും: മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് 25 വർഷമാകുന്നു. അതൊരു വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ 25 വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പകർന്നത്. ഒരുപാട് സിനിമകൾ, 34 സിനിമ എടുത്തു. 35ാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങുകയാണ്, സത്യനന്ദിക്കാടിൻ്റെ. 25 വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. അതിലുപരി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഈവൻ കോവിഡ് സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് 3-4 ചിത്രങ്ങൾ എടുത്തു. അത് OTTക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്, പക്ഷെ വീട്ടിൽ ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്തു. പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ആശീർവാദം ഇനിയും വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈക്കയ്ക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ? ഓക്കെ, സന്തോഷം. അതാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് ആശീർവാദ് സിനിമാസ് തുടങ്ങിയിട്ട് 25 വർഷമാവുന്നതിൻ്റെ ആഘോഷവും ഒപ്പം എമ്പുരാൻ്റെ ടീസർ ലോഞ്ചും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ ലൂസിഫർ, എമ്പുരാൻ, ഈ 2 സിനിമകളുടെ ഷൂട്ടിൻ്റെ സമയത്തുള്ള കുറേ സമയം എനിക്ക് ആൻ്റണി ചേട്ടനുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആശീർവാദ് സിനിമാസിന്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കുറേ കഥകൾ കേൾക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു 25ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമാവാൻ സാധിക്കുന്നത് വലിയ സന്തോഷം. ലൂസിഫറിൽ ഭാഗമാവാൻ സാധിച്ചു, ഇപ്പോൾ എമ്പുരാനിലും ഭാഗമാവാൻ സാധിക്കുന്നു എന്നുള്ളതിലും സന്തോഷം. അപ്പം ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും സന്തോഷം. ബാക്കി അകത്ത് കയറി പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പറയാം. താങ്ക് യു. നമസ്കാരം. എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രിയും കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. ഒബ്വിയസ്ലി ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ 25th ആനിവേഴ്സറി, ലൈക്കയുടെ മലയാളം ഡെബ്യൂ, എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. സോ എല്ലാവരുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു സന്തോഷം, എമ്പുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ്. അതിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനൊപ്പം, മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം, ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം
ഇതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എമ്പുരാനിലൂടെ. അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എമ്പുരാൻ ടീമിലുള്ള എല്ലാവരും. അപ്പോൾ അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഒരു അധികം നമ്മൾ സംസാരിക്കുന്നില്ല. വിഷസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഹായ്. ആശീർവാദിൻ്റെ 25th ആനിവേഴ്സറിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഭയങ്കര സന്തോഷം ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും എന്നെ ക്ഷണിച്ചതിലും. താങ്ക് യു ഗൈസ്. എന്താ എമ്പുരാൻ? യെസ്, എനിക്ക് തോന്നുന്നു ലൂസിഫർ കഴിഞ്ഞപ്പോൾ ഒരിക്കലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നല്ല. അപ്പോൾ ഇങ്ങനൊരു റോൾ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഇതായിട്ട് ജാൻവിയുടെ ക്യാരക്ടറും വരുന്നുണ്ട് എമ്പുരാനിൽ. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വരുമ്പോൾ പോയി കാണാം. താങ്ക് യു. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു ഇവൻ്റാണിത്. പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷമുള്ളതാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആശീർവാദ് സിനിമാസ് ആരംഭിക്കുന്നതിന് 8-10 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ് ആന്റണിയായിട്ടുള്ളത്. അങ്ങനെ ആന്റണി ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസറാവുന്നു. നരസിംഹം ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ്. സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിൽ സെയിം ഡേറ്റ് വന്നുകൊണ്ട് എനിക്ക് നിർഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല. ലാലേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ അവസരമായിരുന്നു അത്. അങ്ങനെ അതിൻ്റെ ഒരു ദുഃഖം എക്കാലത്തും എനിക്കുണ്ട്. പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് എമ്പുരാനിൽ എത്തി നിൽക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും. അതിനുള്ള പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. അതോടൊപ്പം ആന്റണിയുടെ ഈ വളർച്ച അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും സിനിമയിൽ അദ്ദേഹം കൃത്യതയോടെ ഒരു നിർമ്മാതാവിൻ്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്നുവരെ എത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. ആശീർവാദ് സിനിമാസിൻ്റെ 25ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ബൈ. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒന്ന്, ആശീർവാദ് സിനിമ 25 വർഷം പൂർത്തിയാക്കുന്നു. ആ 25 വർഷത്തെ യാത്രയിൽ എനിക്കും ആശീർവാദിൻ്റെ കൂടെ പങ്കാളിയാകാൻ സാധിച്ചു എന്നത് ഒരു വലിയ അഭിമാനമായി, ഒരു വലിയ സന്തോഷമായി കരുതുകയാണ്. ആശീർവാദ് നിർമ്മിച്ച കുഞ്ഞാലി മരക്കാർ സിനിമയിലടക്കം ഭാഗമാകാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും സിനിമാ പ്രേമികൾ ഒന്നടങ്കം ആകാംക്ഷയോടെ ഈ 2025 കാത്തിരിക്കുന്ന എമ്പുരാൻ സിനിമയുടെ ടീസറും ഇന്നിവിടെ കാണാം എന്നൊരു വലിയൊരു സന്തോഷം കൂടി. എന്തായാലും ആശീർവാദിൻ്റെ ഇനിയും നല്ല നല്ല സിനിമകൾ ആശീർവാദ് മലയാളത്തിനും ഇന്ത്യക്കും വേണ്ടി സംഭാവന നൽകട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ആശീർവാദിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് സർവ്വവിധ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ അടുത്ത റിലീസ് എനിക്ക് തോന്നുന്നു എമ്പുരാനാണ്. എമ്പുരാൻ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ആശീർവാദിൻ്റെ എല്ലാ വളർച്ചയും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത്രയധികം സന്തോഷമുണ്ട് ആശീർവാദിൻ്റെ ഈ 25ാം വാർഷിക ദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പം എല്ലാവർക്കും സ്നേഹം, നന്ദി. ആശീർവാദ് സിനിമാസിൻ്റെ 25th ഇയർ സെലിബ്രേഷൻ ആണ്. അപ്പം ഞങ്ങൾക്കും ഭാഗ്യം കിട്ടി വർക്ക് ചെയ്യാനായിട്ട്. സോ ഹാപ്പി ഫോർ ഇറ്റ്. അപ്പം ഇനിയും ആസ് എൻ ഓഡിയൻ ഇവരുടെ അടുത്ത് നിന്ന് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നു. കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇമ്രാൻ്റെ അതിനെക്കുറിച്ച് റിലീസിന് ശേഷം പറഞ്ഞാൽ പോരെ? ഇല്ല, പ്രേക്ഷക നിലയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ലാലേട്ടൻ്റെ ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എമ്പുരാനിൽ എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കുകയാണ്. ഞാൻ എമ്പുരാനിൽ ഇല്ലാതെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ലൈക്ക് എനി അതർ ഓഡിയൻസ്. ആശീർവാദിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി 12th മാൻ എന്ന സിനിമയിൽ. ഞാനും ശിവതയും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ആൻഡ് ഭയങ്കര പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും
ലാലേട്ടൻ സ്റ്റാറിങ് മൂവി ആയിരുന്നു. അത് കാരണം തന്നെ അത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ആൻഡ് വിത്ത് ദി എൻറ്റയർ ക്രൂ ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. ആൻഡ് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളും നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എസ്പെഷ്യലി ഫോർ എമ്പുരാൻ. താങ്ക് യു. Hi everybody, I'm Nikki Das. Well, I'm very, very happy to be here on the 25th year celebration of Ashirwad Cinema. And my best wishes for the founder, Mr. Anthony Perumbavoor, and Mr. Mohanlal sir, the superstar. My best wishes to Prithvi Raj sir, and looking for a banger success of Lucifer 2 Perumban. Thank you. നമസ്കാരം. ഞാൻ നരസിംഹം എന്നൊരു സിനിമയിൽ ഷാജി സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നാണ് ആശീർവാദ് ആദ്യമായി സിനിമാ നിർമ്മാണം തുടങ്ങുന്നത്. ഇന്നിപ്പം 25 വർഷം ആയി നിൽക്കുകയാണ്. ആശീർവാദിൻ്റെ കൂടെ ആൻഷേട്ട് നിർമ്മിച്ച ഇവിടം സ്വർഗമാണെന്നുള്ള സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു. ആ വർഷത്തെ മികച്ച കലാമൂല്യത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും ആ സിനിമയ്ക്ക് ഉണ്ടായി. ആൻഷേട്ടൻ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ആശീർവാദിൻ്റെ ഈ 25ാം വർഷത്തിന് എല്ലാ ആശംസകളും. ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്നിവിടെയുള്ള എല്ലാവരും. ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഈവൻ രാജോങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒപ്പമായാലും അമർ അക്ബർ ആന്റണി ആയാലും ഒക്കെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും നല്ല മെമ്മറിയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ലക്കുമായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. ഹായ്, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ടീസർ ലോഞ്ച് കാണാൻ. കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആശീർവാദിൻ്റെ ഒരു വലിയ ഒരു മാജിക് തന്നെ നമുക്ക് കാണാൻ എന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങളെപ്പോലെ തന്നെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ലൂസിഫർ 2 എമ്പുരാൻ 2 ഈ ടീസർ വേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഇതൊരു ഏറ്റവും സൂപ്പർ ഹിറ്റാകട്ടെ, മെഗാ ഹിറ്റാകട്ടെ. എക്കാലത്തെയും ലാൽ സാറിൻ്റെ, ആന്റണി ചേട്ടൻ്റെ ഏറ്റവും വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആശീർവാദ സിനിമാസിൻ്റെ തുടക്കം മുതൽ ഉള്ള കൂടെ ആന്റണിയുടെ കൂടെയുള്ള ഒരാളാണ് ഞാൻ. കാരണം അതിൻ്റെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ വളരെയധികം സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ആശീർവാദ സിനിമാസിൻ്റെ ഒരു വലിയ ഒരു കാര്യമാണ് 25 വർഷം മലയാള സിനിമയിൽ നിൽക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന എമ്പുരാൻ ഉൾപ്പെടെയുള്ള വലിയ സിനിമകൾ, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ നിർമ്മിച്ചിട്ടുള്ള സിനിമ നിർമ്മിക്കുവാനും ആശീർവാദ സിനിമാസിന് കഴിക്കാനുള്ള വലിയ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും ആശീർവാദ സിനിമാസിന് നേരുന്നു. ആശീർവാദ് ഫിലിംസിൻ്റെ 25ാമത് വാർഷികമാണ്. അതോടൊപ്പം തന്നെ എമ്പുരാൻ്റെ ടീസറും ഇവിടെ അനാച്ഛാദനം ചെയ്യുന്ന അവസരത്തിൽ ആശീർവാദ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു ബാനറാണ്. മലയാള സിനിമയുടെ ഗതിവിഗതികളെ മാറ്റിമറിച്ച ഒരു ബാനറാണ് ആശീർവാദ്. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ ജന്മത്തിനും ഓരോ നിയോഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതൊരു നിയോഗമാണ്. ശ്രീ ആന്റണി പെരുമ്പാവൂർ മലയാള സിനിമയുടെ ഗതിവിഗതികളെ മാറ്റിമറിച്ചു, തൊട്ടതൊക്കെ പൊന്നാക്കി. ഇന്ത്യൻ സിനിമാ രംഗത്ത് വലിയ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് എമ്പുരാൻ എന്ന ചിത്രം. ബഡ്ജറ്റ് കൊണ്ടും മറ്റ് ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ടും എമ്പുരാൻ ഇന്ത്യൻ സിനിമയ്ക്ക് വലിയ ഒരു മാറ്റങ്ങളും വഴികാട്ടിയുമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 2 കാലഘട്ടത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇന്ത്യൻ സിനിമ. എമ്പുരാൻ, മലയാള സിനിമ പ്രത്യേകിച്ചും എമ്പുരാന് ശേഷവും എമ്പുരാന് മുമ്പും എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക്, ഒരു എറായിലേക്ക് മലയാള സിനിമ കടന്നു പോകും. മലയാള സിനിമയുടെ സൗഭാഗ്യമായ, ഐശ്വര്യമായ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഈ ആശീർവാദിൻ്റെയും ശ്രീ ലാലേട്ടൻ്റെ എല്ലാ കയ്യൊപ്പോടും കൂടിയ ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നാളുകളിൽ ദീർഘായുസ് കൊണ്ടും ഐശ്വര്യം കൊണ്ടും ഇവരുടെ ബാനറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എമ്പുരാൻ എന്ന സിനിമ ലോകത്തിന്, മലയാളത്തിന്, ലോക സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് ദിശാബോധം നൽകിയ മലയാള സിനിമ. നിങ്ങൾക്കറിയാം, ലോകത്ത് ഏറ്റവും അധികം
പ്രാദേശിക ഭാഷയിൽ എടുക്കപ്പെടുന്ന സിനിമ എണ്ണം കൊണ്ട് മലയാള സിനിമയാണ്. അപ്പം ആ മലയാള സിനിമയിൽ മറ്റൊരു മാറ്റത്തിന് എമ്പുരാൻ വഴിയൊരുക്കും എന്ന് പ്രത്യാശിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആന്റണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിമിഷം, ആന്റണിയുടെ ജീവിതത്തിലെ സിനിമാ ജീവിതത്തിലെയും വ്യക്തിപരമായ ജീവിതത്തിലെയും ഒരു നാഴികക്കല്ലാവുന്ന ദിവസത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ആന്റണിക്ക് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിക്കുവാനും ആന്റണിയുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ആശീർവാദ് സിനിമാസ് പേഴ്സണലി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ സംരംഭമാണ്. 25 കൊല്ലം ഒരു പ്രൊഡക്ഷൻ കമ്പനി നിലനിൽക്കുക എന്നുള്ളത് മഹാത്ഭുതങ്ങളിലൊന്നാണ്. അപ്പോൾ ആ മഹാത്ഭുതം അതിനെ ആഘോഷിക്കാൻ ആണ് നമ്മളെല്ലാം കൂടിയിട്ടുള്ളത്. ഒപ്പം മലയാള സിനിമ ഇന്നേവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള ചിത്രം എന്ന് പറയാവുന്ന എമ്പുരാന്റെ ട്രെയിലർ റിലീസിന് നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തിലാണ് ആശീർവാദ് പ്രൊഡക്ഷൻ്റെ 25ാമത്തെ വാർഷികത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ 2ാമത്തെ സിനിമ വെളിപാടിൻ്റെ പുസ്തകം ലാലേട്ടനൊപ്പം അതുപോലെ തന്നെ ജിമിക്കി കമ്മൽ സോങ് എല്ലാം തന്നത് ആശീർവാദാണ്. അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്കറിയാം എമ്പുരാൻ്റെ ടീസർ ഇന്ന് ലോഞ്ചിങ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കട്ട വെയിറ്റിംഗ് അത് കാണാനായിട്ട്. ആശംസകൾ. താങ്ക് യു. ഒരു സക്സസ്ഫുൾ ജേർണിയുടെ പാർട്ടായി അതിലൊക്കെ ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വർഷങ്ങളായി പരിചയമുള്ള ഒരു സുഹൃത്താണ് ആന്റണി പെരുമ്പാവൂർ. ഒത്തിരി വർഷം. അതുപോലെ ലാൽ സാർ. ഈ രണ്ടുപേരും ഒന്നിച്ചു ചേരുമ്പോൾ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ ആന്റണിയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം അതിന് വലിയൊരു കാരണമാണ്. മേലിലും അതൊരുപാട് ആവർത്തിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ എല്ലാ ആശംസകളും ആശീർവാദിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവർക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ആശീർവാദിൻ്റെ കൂടെ തുടക്കം എന്നുള്ള രീതിയിൽ തന്നെ പറയാം. എന്നുവെച്ചാൽ ആശീർവാദിൻ്റെ കൂടെ തുടങ്ങിയ വെച്ചാൽ അവരുടെ ഇന്നത്തെ ചിന്താവിഷയം മുതലായിരുന്നു ഞാൻ ആശീർവാദിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ 5 സിനിമകൾക്ക് ഈ ആശീർവാദിൻ്റെ കൂടെ എനിക്ക് സ്വീകരിക്കാൻ പറ്റി. ആശീർവാദിൻ്റെ ഈ 25 വർഷം, ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ 25 വർഷം ആഘോഷിക്കുന്നത് തന്നെ വലിയൊരു സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. അപ്പം വലിയൊരു സന്തോഷം തന്നെ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയാലും. എന്തായാലും എമ്പുരാൻ്റെ ഈ പറഞ്ഞ പോലെ എമ്പുരാൻ്റെ ട്രെയിലർ കാണുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഹാപ്പി. ശ്രീ മോഹൻലാലും രണ്ടുപേരും കൂടെ തുടങ്ങിയ ആശീർവാദ് പ്രൊഡക്ഷൻസ് ഈ മൂവി കമ്പനി 25 വർഷം ആഘോഷിക്കുകയാണ്. ആഘോഷത്തിൽ എന്നെയും വിളിച്ചിരിക്കുകയാണ്. ഈ കമ്പനിയുടെ ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ. അതിനുശേഷം ബ്രോഡാഡി അഭിനയിച്ചു. ഇനി 1-2 സിനിമയുടെ കാര്യങ്ങളോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ 25 വർഷം ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഞാനും എത്തിയിരിക്കുകയാണ്. ഈ കമ്പനിക്ക് വീണ്ടും വീണ്ടും വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വിഷ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാരിൽ ഒരാളായ രാജു പൃഥ്വിരാജ്, അദ്ദേഹം സംവിധാനം ചെയ്തിറക്കുന്ന ബ്രോഡാഡി കഴിഞ്ഞിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ്റെ ഇന്ന് ടീസറിൻ്റെ റിലീസിംഗുമാണ്. ആ സിനിമയ്ക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു. നമസ്കാരം. ആശീർവാദ് സിനിമാസിന്റെ 25ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷം പേഴ്സണലി എനിക്കുണ്ട്. 2 സിനിമകൾ ആശീർവാദിനൊപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും
വലിയ അഭിമാനമാണ്. ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു ഏറ്റവും വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എത്രത്തോളം ആണ് ഒരു പ്രൊഡക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുക. ഓരോ ടെക്നീഷ്യനെയും ഓരോ ആർട്ടിസ്റ്റിനെയും ഏറ്റവും കൃത്യമായി അവർക്ക് വേണ്ട ഫെസിലിറ്റി എന്താണ്, അവരുടെ മുഴുവൻ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആശീർവാദ് സിനിമാസിന് ഒരുപാട് ഗംഭീര സിനിമകൾ മലയാളത്തിന് നൽകാൻ സാധിക്കട്ടെ. ഒപ്പം എമ്പുരാന് എല്ലാവിധ ആശംസകളും, റിപ്പബ്ലിക് ഡേയുടെ എല്ലാ ഗ്രീറ്റിംഗ്സും. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. എന്താ വെച്ചാൽ ആശീർവാദിൻ്റെ ആദ്യ സിനിമയായ നരസിംഹത്തിൽ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. അന്ന് മുതൽ ആശീർവാദിൻ്റെ കൂടെയുണ്ട്. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുന്നിപ്പോൾ നമ്മൾ വിളമ്പുന്നില്ല. കാരണം ഞാനും ആന്റണി ചേട്ടനും തൊട്ടടുത്ത റൂമിലാണ് താമസിച്ചിരുന്നതൊക്കെ. കുറേ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ആശീർവാദിൻ്റെ ആദ്യ 50 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ദൃശ്യത്തിലും അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആശീർവാദിൻ്റെ കൂടെയുള്ള യാത്ര വളരെ മനോഹരമായി നടക്കുന്നു. ആശീർവാദിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. 25 വർഷം എന്ന് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്നു എന്നുള്ളത് ഭയങ്കര അതിശയകരമായൊരു അനുഭവമാണ്. കാര്യം ആശീർവാദം ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മഞ്ഞിലാസിൻ്റെ പടം, അല്ലെങ്കിൽ സുപ്രിയയുടെ പടം, ജയമാരുതിയുടെ പടം, അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുടെ ബാനറുകൾ കണ്ടിട്ട് ആളുകൾ സിനിമയ്ക്ക് തിയേറ്ററിൽ കയറുമായിരുന്നു. ഇന്ന് അതേപോലെ അപൂർവം ബാനറുകളാണ് അവശേഷിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബാനറാണ് ആശീർവാദ്. അപ്പോൾ ആശീർവാദ് എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടുതൽ ആത്മബന്ധമുള്ള ഒരു ബാനറാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കുറേ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഹൃദയപൂർവ്വം വരെയുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഹൃദയപൂർവ്വം തന്നെയുള്ള ബന്ധം ആന്റണി പെരുമ്പാവൂരായിട്ടും മോഹൻലാലായിട്ടും ഈ ടോട്ടൽ ടീമായിട്ടുണ്ട്. അപ്പോൾ 25-ാം വർഷത്തിൽ എൻ്റെ ഒരു സന്തോഷം, ആശീർവാദിൻ്റെ 25-ാം വർഷത്തെ പടം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്. അതിൽ പ്രത്യേകതയുള്ളത്, എൻ്റെ 2 മക്കളും ഇപ്പോൾ സിനിമ ഡയറക്ടേഴ്സായി. അനൂപ് സത്യൻ വരനാവശ്യമുണ്ടെന്നുള്ള സിനിമയും അഖിൽ സത്യൻ പാച്ചു അത്ഭുതങ്ങളൊക്കെ എന്നുള്ള സിനിമയും ചെയ്തു. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ അഖിൽ സത്യൻ്റെ കഥയാണ്. അനൂപ് സത്യൻ അതിൻ്റെ സഹസംവിധായകനാണ്. സോനു TP എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരനാണ് അതിൻ്റെ തിരക്കഥയും സംഭാഷണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബചിത്രമായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. 5-ാം വർഷമാണ്. എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് ആശീർവാദ് ഫിലിം. സോ ഇറ്റ് മേക്സ് ഓൾ ദ മോർ സ്പെഷ്യൽ ഫോർ മീ. താങ്ക് യു സോ മച്ച്. വണക്കം. ഐ എം മകൾ തിരുമേനി, ഡയറക്ടർ ഓഫ് വിടാമുയർച്ചി, starring Ajit Kumar sir. So I'm happy and honored to be here and looking forward to the events of this day. Thank you so much. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.